ശ്രീ എ പി അബ്ദുള്ളക്കുട്ടി, ബി ജെ പിയുടെ പ്രകടന പത്രിക വരും വർഷങ്ങളിലും സുസ്ഥിര വികസനം തന്നെയാണ് വാഗ്ദാനം ചെയ്യുന്നത്. കൃത്യമായ ദിശാബോധത്തോടെ ഏതൊക്കെ രീതിയിലുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യേണ്ടത് എന്നുള്ളത് പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒരു വികസിത ഭാരത സങ്കല്പം തന്നെയാണ് പ്രകടന പത്രികയിലൂടെ കാണാൻ സാധിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്ര സീരിയസ് ആയി സമഗ്രമായി ഒരു പ്രകടന പത്രിക രാജ്യത്തിന് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ പാർട്ടിയുടെ ജനങ്ങളിൽ നിന്ന് 15 ലക്ഷം ജനങ്ങളിൽ നിന്നാണ് അഭിപ്രായങ്ങൾ സ്വരൂപിച്ചത്. ഇന്ന് നരേന്ദ്രമോദിജി അത് പ്രകാശനം ചെയ്തു. ഒരു യുവാവിനും ഒരു കൃഷിക്കാരനും ഒരു സ്ത്രീക്കും നൽകിക്കൊണ്ട് പ്രതീകാത്മകമായി ഈ പ്രകടന പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് മോദിജിയുടെ ഒരു സ്വപ്നമുണ്ട്. 2047 ആവുമ്പോൾ ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറണം. അതിലേക്ക് പോകാൻ പറ്റുന്ന കൃത്യമായ കാഴ്ചപ്പാട് ഇതിനകത്തുണ്ട്. സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ പ്രകടന പത്രികയും വാഗ്ദാനമൊന്നും നടപ്പിലാക്കാറില്ല. പക്ഷെ ഇതിൽ പറയുന്നതെല്ലാം ജനങ്ങൾ വിശ്വസിക്കും. കാരണം 10 കൊല്ലം നരേന്ദ്രമോദി പറഞ്ഞത് കൃത്യമായി പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് BJP മുന്നോട്ട് വെച്ച ആശയങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതും വിശ്വസിക്കാവുന്നതാണ്. ഇപ്പൊ ഇതില് ഏറ്റവും ആകർഷകമായി തോന്നുന്നത്, നമ്മുടെ നാട്ടില് എല്ലാ ആളുകൾക്കും സൗജന്യ റേഷനും കുടിവെള്ളവും അതുപോലെ തന്നെ വീട്ടിലേക്ക് ഗ്യാസ് പൈപ്പ് ലൈൻ വഴി കുക്കിംഗ് ഗ്യാസും എത്തിക്കും എന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുദ്ര യോജനയാണ് ഒരുപക്ഷെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഒരു വലിയ മാർഗം. അത് 10 ലക്ഷത്തിന് 20 ലക്ഷത്തിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യയെ കാർഷിക ബൈ പ്രൊഡക്റ്റിന്റെ ഒരു ഹബ്ബാക്കി മാറ്റും, അല്ലെ വാണിജ്യത്തിന്റെ ഹബ്ബാക്കി മാറ്റും, ഗ്രീനർ എനർജിയുടെ ഹബ്ബാക്കി മാറ്റും. ആ വിധത്തിലുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ക്ഷേമവും വികസനവും ഒക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാം, ഒരു അസുഖം വന്നാൽ ജനങ്ങൾ ആകെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനാണ് നരേന്ദ്രമോദിയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി. ആയുഷ്മാൻ ഭാരത് ഇപ്പം 37 കോടി ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. മോദിജി അതിൽ ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയോ? 70 വയസ്സുള്ള മുഴുവൻ ജനങ്ങളെയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് ഒരുപക്ഷെ 3ാം ലിംഗത്തിൽ പെട്ടിട്ട ആളുകളെയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ള ഒരു സന്തോഷ വാർത്തയുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ജനൌഷധി മെഡിക്കൽ ഷോപ്പ് അത് വലിയ തോതിൽ വ്യാപിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തേക്ക് വരികയാണെങ്കിൽ നരേന്ദ്രമോദിയുടെ ഈ അല്ലെങ്കിൽ BJP മുന്നോട്ട് വെച്ച ഈ പ്രകടന പത്രികയിൽ മെട്രോ ലൈൻ വ്യാപകമായി വ്യാപിപ്പിക്കും എന്നുള്ള ഒരു നല്ല സന്ദേശം നൽകുന്നുണ്ട്. അതുപോലെ ദാരിദ്ര്യരേഖയിൽ നിന്ന് ഈ താഴെയുള്ള 25 കോടികളെ ആളുകളെ ഉദ്ധരിച്ചിരിക്കുന്നു. അത് തീർച്ചയായും ഈ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു രാജ്യത്തെ സമഗ്രമായി വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളുണ്ട്. ഇപ്പൊ കാശ്മീരിന്റെ പ്രത്യേക പദവി നമ്മൾ ഒഴിവാക്കിയതുപോലെ, CAA നടപ്പിലാക്കിയതുപോലെ ഏകീകൃത സിവിൽ നിയമവും നടപ്പിലാക്കാൻ എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതില് സ്വാഭാവികമായും ന്യൂനപക്ഷ സമുദായങ്ങളിലൊക്കെ ചില ചർച്ചകളുണ്ട്. പക്ഷേ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാളെന്ന നിലയിൽ അഭിമാനത്തോടു കൂടി ഞാൻ പറയട്ടെ, ഏറെക്കുറെ നമ്മുടെ സമൂഹം ഇന്ന് ഏകീകൃത സിവിൽ കോഡിലേക്ക് എത്തിക്കഴിഞ്ഞു. ഉദാഹരണത്തിന് ഇപ്പൊ വിവാഹം, അതുപോലെ തന്നെ സ്വത്ത് തുടങ്ങിയ പ്രശ്നങ്ങളിൽ മാത്രമാണ് ചില വ്യത്യാസങ്ങളുള്ളത്. പക്ഷെ ഇന്ന് വിവാഹം പള്ളിയിലോ ചർച്ചിലോ നടത്തിയാലും അത് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് ഒരു കീഴ്വഴക്കമായി മാറിക്കഴിഞ്ഞു. അപ്പം സ്വത്ത്, നമ്മുടെ രക്ഷിതാക്കളെല്ലാം മക്കൾക്ക് ഒരുപോലെ സ്വത്ത് കൊടുക്കുകയാണ് ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലും ഗ്രാമത്തിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആ വിധത്തിൽ ഇന്ത്യ
ഭരണഘടനാ ആഗ്രഹിച്ചതുപോലെ ഇന്ത്യ പക്വമാകുമ്പോൾ, രാഷ്ട്രീയമായി പക്വമാകുമ്പോൾ ഏകീകൃത സിവിൽ കോഡിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അംബേദ്കറുടെ ജയന്തി ദിനത്തിലാണ് BJP പ്രകടന പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇന്ത്യ അതിന് പരിപക്വമായിരിക്കുന്നു. മൈനോറിറ്റി സമുദായം പോലും മക്കൾക്ക് തുല്യമായി സ്വത്ത് അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും ഇത്തരം തീരുമാനങ്ങൾ നമ്മുടെ രാജ്യത്ത് സുഖകരമായി നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രകടന പത്രിക ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും വികസനത്തിന്റെ മണ്ഡലത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു ദീർഘവീക്ഷണമുള്ള കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു പ്രകടന പത്രികയാണ് ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത്. ഇത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിശ്വസിക്കാം. കാരണം കഴിഞ്ഞ 10 കൊല്ലം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി നടപ്പിലാക്കിയിട്ടുള്ള ഒരു നേതൃത്വമാണ് ഇന്ത്യ ഭരിച്ചിട്ടുള്ളത്. BJP വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകടന പത്രികയാണ് ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചത്. ഇത് കേവലം വോട്ടിന് വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് ഈ രാജ്യത്തെ ശരിയായ വഴിക്ക് നയിക്കാനുള്ള ഏറ്റവും ആത്മാർത്ഥമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പ്രകടന പത്രിക എന്നാണ് എനിക്ക് വളരെ സംക്ഷിപ്തമായി ജനം TVയോട് പങ്കുവെക്കാനുള്ളത്. അതെ, തീർച്ചയായും വളരെ നന്ദി ശ്രീ AP അബ്ദുള്ളക്കുട്ടി പ്രതികരിച്ചതിന്.